നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പനന്നൊങ്കൊക്കെ കിട്ടുന്ന ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മുടെ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ചേട്ടൻ നിൽക്കാറ്. നമ്മൾ എല്ലാ വർഷവും ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പനന്നൊങ്ക് തന്നു കേട്ടോ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ വാങ്ങുമ്പോൾ ഇത്തിരി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇത്തിരി കട്ടിയുള്ളത് എനിക്ക് തോന്നുന്നു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരിക്കില്ല. ഈ ഒരു ചള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ലിക്വിഡൊക്കെ വരുന്നത്, അതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പനന്നങ്ക് വെറുതെ വാങ്ങി കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, നമുക്കൊരു ചെറിയ പനന്നങ്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും ഓഫീസിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഇവനാണ് ഞങ്ങളുടെ ആയുധം എന്ന് പറഞ്ഞ പോലെ. ഞങ്ങളുടെ ഒരു ബ്ലെൻഡർ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആ ബ്ലെൻഡറും പിന്നെ നമ്മുടെ അരുൺ ഐസ്ക്രീമൊക്കെ വെച്ചിട്ടാണ് പനന്നൊങ്കിൻ്റെ ഒരു ഷേക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ സംഭവം നമ്മൾ കട്ട് ചെയ്തിട്ട്, കട്ടിയുള്ള സംഭവമാണ് കേട്ടോ അത് കട്ട് ചെയ്തിടുമ്പോൾ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അരുൺ ഐസ്ക്രീമിൻ്റെ 250 മില്ലിയുടെ ആണ് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ താരം ബ്ലെൻഡർ. ഈ ബ്ലെൻഡർ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ചാർജ് ചെയ്ത് വെച്ചില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മിൽക്ക് ചൂടാക്കാനൊന്നും നിന്നില്ല, പച്ചയ്ക്കാണ് ഒഴിച്ചത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കഴിച്ചവർക്കൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം തന്നെയാണല്ലോ, വാനില ഫ്ലേവേർഡ് ആയിരുന്നു. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം എന്താ പറയുക, നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിന് മുൻപ് ഫസ്റ്റ് കുറച്ച് ഐസ്ക്രീം ഇട്ട് ബേസ് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഒഴിച്ചു. പിന്നെയും അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ പറയുക, ഈ ഐസ്ക്രീം തന്നെ ഇട്ടു. നമ്മുടെ ഓഫീസിലൊരു പ്രഗ്നൻസി സ്ത്രീ ഉണ്ട്, ആളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ.